തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലാണ് പത്തനംതിട്ട ജില്ലയിലും മുന്നണികൾ. ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം കഴിഞ്ഞ തവണ നല്ല രീതിയിലുണ്ടായ ജില്ല കൂടിയാണ് പത്തനംതിട്ട. ഇത്തവണത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറിയായ രാജു അബ്രഹാം സഖാവിനോട് ചോദിക്കാം. ഞങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് പത്തനംതിട്ട ജില്ലയിൽ കാണിച്ചു കൊടുത്തതാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടി. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് അട്ടിമറി വിജയമാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായത്. ആ വിജയം ആവർത്തിക്കും, ഒരു സംശയവുമില്ല. BJP അക്കൗണ്ട് തുറന്ന ആ പന്തളത്ത് ഞങ്ങൾ അക്കൗണ്ട് ഇത്തവണ പൂട്ടിക്കും, അതിനും യാതൊരു സംശയവുമില്ല. പന്തളത്ത് ചരിത്ര വിജയം നേടാനുള്ള ഒരുക്കമാണ്. പന്തളത്ത് BJPയുടെ മേലുല്ലാസം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നോക്കുകയാണ്. കോട്ടാങ്ങൽ പഞ്ചായത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? കഴിഞ്ഞ തവണ ഏറെ ആക്ഷേപം കേട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ്. SDPI പിന്തുണയോടി കൂടി ഭരണം നേടി എന്നുള്ള ഒരു കാര്യത്തിൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട. കോട്ടാങ്ങലും അത് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് SDPIയുടെ വോട്ടും വേണ്ട. ഞങ്ങൾക്ക് SDPIയുമായിട്ടോ മറ്റേതെങ്കിലും വർഗീയ പാർട്ടികളുമായിട്ടോ RSSുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതു മുന്നണി. പത്തനംതിട്ടയെ വീണ്ടും ചുവപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDFും CPMും. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷായസ്, മീഡിയ 1, പത്തനംതിട്ട.